പ്രിയപ്പെട്ടവരെ, ന്യൂനമർദ്ദത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇത്തവണ നമ്മൾ സംസാരിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വിചിത്രമായൊരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. ഉത്തർപ്രദേശിലെ ചരിത്രപ്രസിദ്ധമായ നഗരമാണ് റാംപൂർ. റാംപൂരിൽ 2006 മുതൽ പ്രവർത്തിക്കുന്ന സാമാന്യം പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ യൂണിവേഴ്സിറ്റി. ജൗഹർ യൂണിവേഴ്സിറ്റി എന്നാണ് സാധാരണ അറിയപ്പെടുന്നത്. 4000-നടുത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ളത് പോലെ തന്നെ എല്ലാ സയൻസ്, ടെക്നോളജി, ലോ, മെഡിക്കൽ സയൻസ്, ബിസിനസ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് പോകുന്നൊരു യൂണിവേഴ്സിറ്റി. 2006 അത് സ്ഥാപിതമാകുന്നത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ ട്രസ്റ്റ് എന്ന പേരിലുള്ള ട്രസ്റ്റിൻ്റെ കീഴിലാണ്. ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. പണം കൊടുത്ത് വേണം വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കുവാൻ. കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും സംഗതികളും അതൊക്കെ അതിൻ്റെ വഴിക്കുണ്ട്. UGC അംഗീകാരമുള്ള സ്ഥാപനമാണ്. നാഷണൽ കൗൺസിൽ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ, മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനമാണ്. അസം ഖാൻ എന്ന് പറഞ്ഞ ഒരു സമാജ്വാദി പാർട്ടിയുടെ നേതാവുണ്ട്. അദ്ദേഹമാണ് ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജൂലൈ 16 ഈ യൂണിവേഴ്സിറ്റിക്ക് റാംപൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന അവിടുത്തെ റാംപൂരിലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടുത്തെ നഗരഭരണവുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഏജൻസിയാണ്, ഗവൺമെൻറ് ഏജൻസിയാണ്. അവരൊരു നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ 40 കെട്ടിടങ്ങളാണ് അവിടെയുള്ളത്. ഈ 40 കെട്ടിടങ്ങളിൽ 38 എണ്ണവും അനധികൃതമാണ്. നിയമവിരുദ്ധമായിട്ടുള്ള സെറ്റിങ്സ്, വയലേഷൻസ് നിങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിലുണ്ട്. അതുകൊണ്ട് 38 കെട്ടിടങ്ങളും പൊളിച്ചു നീക്കണം, അല്ലെങ്കിൽ 15 ദിവസത്തിനകം ഞങ്ങൾ പൊളിച്ചു നീക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ഈ റാംപൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി നോട്ടീസ് നൽകുന്നത്. അത് വലിയ വാർത്തയായിരിക്കുകയാണ്, വലിയ വിവാദമായിരിക്കുകയാണ്. അവിടെ പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ, വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള സമാജ്വാദി പാർട്ടി അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ദേശീയ തലത്തിൽ തന്നെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വാർത്തയായിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ യൂണിവേഴ്സിറ്റിയുടെ അധികൃതർ അവിടുത്തെ മൊറാദാബാദ് ഡിവിഷണൽ കമ്മീഷണറെ സമീപിക്കുന്നുണ്ട്. അവിടെ ഇതിൻ്റെ ഒരു അപ്പലറ്റ് അതോറിറ്റി എന്നുള്ള നിലക്ക് ഡിവിഷണൽ കമ്മീഷണറെ സമീപിക്കുകയും ഒരു താൽക്കാലിക സ്റ്റേ മേടിക്കുകയും ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ട്രസ്റ്റിലുള്ള ഒരാൾ അലഹബാദ് ഹൈക്കോർട്ടിലൊരു റിട്ട് പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മെയിൻറ്റൈനബിലിറ്റി ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ അഭിഭാഷകൻ രംഗത്ത് വരികയും അത് ഹൈക്കോടതി തള്ളുകയുമാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ആ ഹർജിക്കാരന് അതിലെന്താണ് സ്റ്റേക്ക്, ഇയാളാണോ ഹർജി നൽകേണ്ടത് എന്നുള്ള ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ഉന്നയിക്കുകയും കോടതി അത് സ്വീകരിക്കുകയും ഹർജി തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ പൊളിക്കുക എന്ന് പറയുന്ന പ്രക്രിയക്ക് ഇപ്പോൾ താൽക്കാലികമായി തടസ്സമുണ്ടെങ്കിലും ഈ റാംപൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ നോട്ടീസ് അവിടെ നിൽക്കുകയാണ്. അതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു യൂണിവേഴ്സിറ്റി 2006 മുതൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുള്ള കെട്ടിടങ്ങൾ, അതിൻ്റെ നിർമ്മാണത്തിൽ അതിൻ്റെ മാപ്പ്, അതിൻ്റെ സ്കെച്ച്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് വയലേഷൻസ് ഉണ്ട്, അതിനകത്ത് ഡിസ്ക്രിപ്പൻസീസ് ഉണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഡെവലപ്മെൻറ്റ് അതോറിറ്റി രംഗത്ത് വരികയും അത് പൊളിക്കാനുള്ള നോട്ടീസ് കൊടുക്കുകയും ചെയ്യണം. ഇതെന്താണ് ഇങ്ങനെ എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വർക്ക് ചെയ്യുന്നുണ്ട്. വിശാലമായ ക്യാമ്പസുകളുണ്ടാവും. ആ ക്യാമ്പസിൽ പലയിടത്തായിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റ്, ഫാക്കൽറ്റി ബിൽഡിങ്ങുകളുണ്ടാവും. ആ ബിൽഡിങ്ങുകൾ ഓഫ് കോഴ്സ് ഏത് ബിൽഡിംഗ് ആണെങ്കിലും അതാത് സ്ഥലത്തെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഒരു യൂണിവേഴ്സിറ്റിയിലെ 40 കെട്ടിടങ്ങളിൽ 38 എണ്ണത്തിനും ക്രമക്കേടുകളുണ്ടെന്നും അതെല്ലാം പൊളിക്കണമെന്നും ഉടൻ പൊളിക്കണമെന്നും നിർദ്ദേശവുമായിട്ട് ഒരു ഫങ്ഷണൽ യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനൊരു നിർദ്ദേശവുമായിട്ട് ഒരു ഗവൺമെൻറ് ഏജൻസി രംഗത്ത് വരുന്നത് ഒരു പക്ഷേ ചരിത്രത്തിൽ, നമ്മുടെ അനുഭവത്തിൽ ആദ്യമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണെന്നുള്ളത് ഓഫ് കോഴ്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ കോടതിയിൽ ഇത് വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പലറ്റ് അതോറിറ്റിയിൽ ഇത് വരുമ്പം അത് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാകുമായിരിക്കും. ഓരോ കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില വയലേഷൻസാണ് റാംപൂർ ഈ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ നോട്ടീസിൽ പറയുന്നത്. അതിലൊക്കെ ചിലപ്പോൾ ശരികളുണ്ടാവും, ചിലപ്പം അതിവായനകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം സംഗതികൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോർമലൈസ് ചെയ്യാനുള്ള, ഈ വയലേഷൻസ് നോർമലൈസ് ചെയ്യാനുള്ളൊരു സമയം സ്ഥാപനത്തിന് കൊടുക്കുക, റെക്ടിഫൈ ചെയ്യാനുള്ള സമയം കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഒരു ഫങ്ഷണൽ യൂണിവേഴ്സിറ്റി അപ്പാടെ പൊളിച്ച് നിൽക്കുക എന്ന രീതി സാധാരണ ഇതിൽ സ്വീകരിക്കാറില്ല. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഈ റാംപൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഈ നോട്ടീസിനോടുള്ള അവരുടെ പ്രതികരണം, അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് എന്താണെന്ന് ചോദിച്ചാൽ,
ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് റാംപൂരിലെ സിംഗൻഖേഡ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. 2006 പിന്നെ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ വർഷമാണ് റാംപൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഏജൻസി രൂപീകരിക്കപ്പെടുന്നത്. പക്ഷേ ഈ റാംപൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഏജൻസിയുടെ പരിധി, അതിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ ഈ സിംഗൻഖേഡ എന്ന് പറയുന്ന ഗ്രാമം വരുന്നത് 2024 സെപ്റ്റംബർ 17 മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി 2006 സ്ഥാപിക്കുമ്പോൾ റാംപൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ജൂറിസ്ഡിക്ഷനിൽ ആ പ്രദേശം വരുന്നില്ല. അപ്പോൾ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് വേണ്ടത്ര എല്ലാവിധ അംഗീകാരവും വാങ്ങിയതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. അതിനുശേഷമാണ് UGCയുടെ അംഗീകാരം ലഭിക്കുന്നത്. അതിനുശേഷമാണ് കേന്ദ്ര ന്യൂനപക്ഷ വിദ്യാലയങ്ങൾക്ക് വേണ്ടിയുള്ള കൗൺസിൽ, നാഷണൽ കൗൺസിൽ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൻ്റെ അംഗീകാരം ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഗവേണൻസുമായി ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അപ്രൂവലോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അന്ന് ഈ സിംഗൻഖേഡ ഗ്രാമം ഈ റാംപൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാരപരിധിയിൽ വരുന്ന സ്ഥലമാണ്. അവിടുന്ന് അപ്രൂവൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം 2024 മാത്രമാണ് ഈ ഗ്രാമം ഈ അതോറിറ്റിയുടെ കീഴിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു റിട്രോസ്പെക്റ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന സ്വഭാവത്തിൽ ഇതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ അധികൃതർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. എനിവേ അതൊരു കോർട്ട് റൂമിൽ നടക്കേണ്ട വിശദമായ ഒരു ലീഗൽ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ട സംഗതിയാണ്. പക്ഷേ ഇപ്പുറത്ത് രാഷ്ട്രീയമായിട്ടുള്ള വലിയ വിവാദവും ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പുതിയ ജൻസി പ്രൊട്ടസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ എഗൻ മറ്റൊരു സ്ഥലത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലക്ക് ഇത് ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രയും കടുത്ത ഒരു നിലപാടുമായിട്ട് ഉത്തർപ്രദേശ് സർക്കാർ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ പൊതുവായ രീതി ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരാൾ ഒരു കേസിൽപ്പെട്ട് കഴിഞ്ഞാൽ കേസിൽപ്പെട്ട ആൾ യഥാർത്ഥത്തിൽ പ്രതിയാണോ, അയാൾ ശിക്ഷാർഹനാണോ എന്നും പിന്നീട് കോടതി തെളിയിക്കേണ്ടതാണ്. പക്ഷേ ഒരാളൊരു കേസിൽപ്പെടുമ്പോഴേക്ക് അയാളുടെ വീട് പൊളിക്കുക, അയാളുടെ വീട് നിന്ന് തന്നെ ആയിക്കൊള്ളണം, അയാളുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് പൊളിക്കുക. ഇപ്പോൾ ഈ പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റിൻ്റെ സമയത്താണ് ജാവേദ് അഹമ്മദിൻ്റെ വീട് പൊളിക്കുന്നത്. ജാവേദ് അഹമ്മദിൻ്റെ വീട് പൊളിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം താമസിക്കുന്ന വീട്, ആക്ച്വലി ആ വീടിൻ്റെ ലീഗൽ ഓണർ അദ്ദേഹം പോലുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള വീടാണ്. അത് പൊളിക്കുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതെന്തുകൊണ്ട് നമുക്കറിയാം, ഈ പറയുന്ന പ്രൊട്ടസ്റ്റ്, പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റ് BJPക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമായിരുന്നു. ജാവേദ് അഹമ്മദിൻ്റെ മകൾ അഫ്രീൻ ഫാത്തിമ JNUവിൽ മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്ത ഈ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ദേശീയ നേതാവായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയമായ പകപോക്കലിൻ്റെ ഭാഗമായിട്ട് പൊളിക്കുക, ഡിമോളിഷ് ചെയ്യുക എന്നുള്ളത് ഒരു സർക്കാർ നയമായി സ്വീകരിച്ച ഒരു സംവിധാനമാണ് ഉത്തർപ്രദേശിലത്. അപ്പോൾ മൗലാന മുഹമ്മദ് അലി ജൗഹർ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പം അതിൻ്റെ സ്ഥാപകൻ, ട്രസ്റ്റിൻ്റെ ചെയർമാൻ, അവരുടെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള സമാജ്വാദി പാർട്ടിയുടെ സീനിയർ ലീഡർ ആസം ഖാൻ ആണ്. ആസം ഖാൻ എന്ന് പറയുന്നത് UPയിലെ തലമുതിർന്ന എണ്ണം പറഞ്ഞ പൊളിറ്റിക്കൽ ഫിഗർ, പൊളിറ്റിക്കൽ പാട്രിയാർക്ക് എന്ന് പറയാവുന്ന ഒരാളാണ്. 1977 വയസ്സായ ആൾക്ക് ദീർഘകാല MLA ആയിരുന്നു, MP ആയിരുന്നു, മന്ത്രിയായിരുന്നു. 1981 ആദ്യമായിട്ട് അദ്ദേഹം ജയിക്കുന്നത്, നിയമസഭയിലേക്ക് ജയിക്കുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് ഒന്നുകിൽ അദ്ദേഹം പാർലമെൻറ്റിലുണ്ടാവും, അല്ലെങ്കിൽ UP അസംബ്ലിയിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ തസീം ഫാത്തിമ റാംപൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച MLA ആയിട്ടുണ്ട്. മകൻ റാംപൂരിലെ തന്നെ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച MLA ആയിട്ടുണ്ട്. മകനും ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പിന്നെ UP സർക്കാർ നിരന്തരമായിട്ട് കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ എത്ര കേസുകളുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ കൃത്യമായിട്ട് അറിയില്ല. 87 മുതൽ 100 വരെ കേസുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 2019 അദ്ദേഹം ജയിലിലാണ്. അത് 2019 തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞൊരു കേസുണ്ട്, അതിൽ അറസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നീട് നിരവധി കേസുകൾ, 87 മുതൽ 100 വരെ കേസുകളെന്നാണ്. ഒരുപക്ഷെ 100 ആയിരിക്കാം, അല്ലെങ്കിൽ 87 ആയിരിക്കാം. ഈ കേസുകളുടെയൊക്കെ സ്വഭാവം എന്ന് വെച്ചാൽ കുറേ അധികം കേസുകൾ വരുന്നത്, ഉദാഹരണം പറഞ്ഞാൽ പല സിവിൽ കേസുകളും, പല സിവിൽ ഡിസ്പ്യൂട്ട്, മുഹമ്മദ് അലി ജൗഹർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട സിവിൽ ഡിസ്പ്യൂട്ടുകൾ, അതിൽ സ്വാഭാവികമായിട്ടും ചെയർമാൻ എന്നുള്ള നിലക്ക് ആസം ഖാൻ ഒരു ഭാഗത്തുണ്ടാവും. അദ്ദേഹം അത് പക്ഷേ വളരെ പെട്ടെന്നൊരു ക്രിമിനൽ കേസായി മാറും. ഒരു ബിൽഡിംഗ് റൂൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു സാധാരണ സിവിൽ കേസാവേണ്ടതാണ്, പക്ഷേ അതിന് പേരിൽ ക്രിമിനൽ കേസ് എടുക്കുക. ഇനി ഒരു കേസിൽ നിന്ന് ഊരിപ്പോകും, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കും, അല്ലെങ്കിൽ അറസ്റ്റിൻ്റെ ജയിൽ ശിക്ഷയുടെ കാലാവധി കഴിയും എന്ന് തോന്നുന്ന മുറയ്ക്ക് അടുത്ത കേസുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കുക. അങ്ങനെ ഈ മനുഷ്യനെ സർവ്വകാലത്തേക്കും ജയിലിലിടുക എന്നുള്ളതാണ്
സർക്കാരിൻ്റെ നയം. അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ല അസം ഖാൻ അദ്ദേഹം ജയിലിലാണ്. അപ്പോൾ ആ നിലക്ക് അസം ഖാനെ രാഷ്ട്രീയമായി വേട്ടയാടുക എന്ന് പറയുന്ന ലക്ഷ്യം നിശ്ചയമായിട്ട് തന്നെ പുറകിലുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ ആ മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ നേതാവാണ്. റാംപൂർ, ബറേലി, മൊറാദാബാദ് എന്നൊക്കെ പറയുന്ന ആ റീജിയൻ ഉണ്ടല്ലോ, അതിലേറ്റവും ദ ടവറിങ് പൊളിറ്റിക്കൽ ഫിഗർ എന്ന് പറയാവുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ തകർക്കുക എന്നുള്ളത് ഇതിലൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് കാണാം. അസം ഖാനെ സംബന്ധിച്ച് അദ്ദേഹം അങ്ങനെ ഒരു ടിറ്റ് ഫോർ ടാറ്റ് കൈൻഡ് ഓഫ് പൊളിറ്റീഷ്യനാണ്. വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ ആ നിലയ്ക്ക് തന്നെ രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. റാംപൂരിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പ്രധാനം നമ്മൾ മനസ്സിലാക്കി, റാംപൂർ എന്ന് പറയുന്ന ഒരു നവാബ് സിറ്റിയാണ്. റാംപൂർ നവാബ്മാർ എന്ന് പറയുന്നത് വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്നു, ധനാഢ്യന്മാരായിട്ടുള്ള ഒരു റോയൽ ഫാമിലി. ആ റോയൽ ഫാമിലി സ്വാതന്ത്ര്യത്തിന് ശേഷം അവർ കോൺഗ്രസിൻ്റെ ഭാഗമായി ഒരു 80-70കളുടെ അവസാനം വരേക്കും അവരുടെ കുത്തകയായിരുന്നു റാംപൂരിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ നവാബ് ഫാമിലിയുടെ, ധനാഢ്യന്മാരായിട്ടുള്ള നവാബ് ഫാമിലിയുടെ കുത്തകയായിരുന്നു. അവർ രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു. നവാബ് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും എം പിയും MLA മാരൊക്കെ ആകുക. അപ്പോൾ അതിനെതിരായിട്ടാണ് ജനങ്ങൾ അവരുടെ ഈ കുത്തകയ്ക്കെതിരായി സാധാരണക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, തെരുവ് കച്ചവടക്കാർ, കർഷക തൊഴിലാളികൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ സംഘടിപ്പിച്ച് ഗ്രാസ് റൂട്ട് ലെവലിൽ പൊരുതി നേതാവായി മാറിയ ആളാണ് അസം ഖാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ കിടന്ന് മത്സരിക്കുമ്പോൾ പോലും അദ്ദേഹം വലിയ വിജയം നേടുന്നത്. അപ്പോൾ ആ നിലക്ക് പോരാട്ട വീര്യമുള്ളൊരു രാഷ്ട്രീയ നേതാവ് കൂടെയാണ് അസം ഖാൻ. അദ്ദേഹത്തിനെ രാഷ്ട്രീയമായി തീർക്കുക, ഇനി അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിന് പിന്തുടർച്ചക്കാരനായിട്ട് വരുന്നുണ്ടെങ്കിൽ അവനെയും തീർത്തേക്കുക, രാഷ്ട്രീയമായി തീർത്തേക്കുക എന്ന ലക്ഷ്യം നിശ്ചയമായിട്ടും BJPക്ക് യോഗി ആദിത്യനാഥിനുണ്ടാവും. അത് ഇതിലൊരു പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. രണ്ടാമതൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുവെ സംഘപരിവാർ സ്വീകരിക്കുന്ന സമീപനം, അതും ഇതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ മൗലാന മുഹമ്മദ് അലി ജാഹർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ വിദ്യാഭ്യാസ പുരോഗതിയാണ് അതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ഒരു നോർത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ആലോചിക്കുമ്പോൾ, വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങേറ്റം പരിതാപകരമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത് വരച്ച് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്. SC/ST കമ്മ്യൂണിറ്റിയേക്കാൾ പിറകിലാണ് പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ അവസ്ഥ എന്ന് വരച്ച് കാണിക്കുന്ന അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഡോക്യുമെൻ്റാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്. നോക്കൂ, ഉത്തരേന്ത്യയിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അത് ഏതാണ്ടെല്ലാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്ഥാപിതമായ സ്ഥാപനങ്ങളാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അലിഗഡ് ആംഗ്ലോ മുഹമ്മദൻ ഓറിയൻ്റൽ കോളേജ് എന്ന പേരിലാണ് അത് ആരംഭിക്കുന്നത്. 1875 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ആംഗ്ലോ മുഹമ്മദൻ ഓറിയൻ്റൽ കോളേജിൻ്റെ സ്ഥാപനം നടക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ടൊരു സ്ഥാപനം എന്ന് പറയുന്നത് ജാമിയ മില്ലിയ ഇസ്ലാമിയാണ്, ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന. അലിഗഡിലാണ് അതും തുടങ്ങുന്നത്. ഈ പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ തന്നെ നേതൃത്വത്തിലാണ്, ഗാന്ധിജിയുടെ പിന്തുണയിൽ മൗലാന മുഹമ്മദ് അലി ജൗഹറാണ് ഈ 1920 ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കുന്നത്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. ഞാൻ പറഞ്ഞു വെച്ചാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. ഇനി ഇത് ആധുനിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ. ഇനി മതവിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ദാറുൽ ഉലൂം ദയൂബന്ദ് എന്ന് പറയുന്ന, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാപനമാണ്. 1866 സ്ഥാപിക്കപ്പെടുന്നത്. പിന്നെ വരുന്നത് ലഖ്നൗവിലെ നദ്വത്തുൽ ഉലമയാണ്. ദക്ഷിണേന്ത്യയിലുള്ള പ്രസിദ്ധമായുള്ള സ്ഥാപനം ബാക്കിയാത്തു സാലിഹാത്ത്, തമിഴ്നാട്ടിലെ വെല്ലൂരിലുള്ള ബാക്കിയാത്തു സാലിഹാത്ത് 1857 അത് സ്ഥാപിതമാവുന്നത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഈ ഉമറാബാദിൽ പ്രവർത്തിക്കുന്ന ജാമിയ ദാറുസലാം, ഇത് 1924 സ്ഥാപിതമാവുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ശ്രദ്ധേയമായിട്ടുള്ള ഒരു മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയാം. 1989 ഡൽഹി കേന്ദ്രീകരിച്ച് സ്ഥാപിതമായിട്ടുള്ള ജാമിയ ഹംദർദ് മാത്രമാണ് ഒരു ശ്രദ്ധേയമായ അപവാദം എന്ന് പറയാവുന്നത്. പിന്നീട് ഒരു 2000 ശേഷം ഈ സ്വകാര്യവൽക്കരണമൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിൽ വന്നതിന് ശേഷം അവിടെയും ഇവിടെയൊക്കെ ചില സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
അപ്പം വിദ്യാഭ്യാസ രംഗത്തുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് പട്ടികജാതി പട്ടിക ഒരു വിഭാഗത്തേക്കാൾ പിറകിലാണെന്ന് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വരച്ച് കാണിക്കുന്നു. അതിനെ മറികടക്കാൻ ഏതെങ്കിലും നിലക്കുള്ള ഗവൺമെൻറ്റൽ സപ്പോർട്ട് സമുദായത്തിന് ലഭിക്കുന്നില്ല. അങ്ങനെയാണ് സമുദായത്തിലെ വ്യക്തികളും സന്നദ്ധ സംഘടനകളുമൊക്കെ മുന്നിട്ടിറങ്ങി പല രീതിയിലുള്ള മുൻകൈകൾ എടുക്കുന്നത്. അത്തരം മുൻകൈകളിൽ ഒന്നാണ് ഈ പറയുന്ന റാംപൂരിലെ മൗലാന മുഹമ്മദ് അലി ജാവർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം പടുത്തുയർത്തുന്നു, അത് മുന്നോട്ട് പോകുന്നു, ആയിരക്കണക്കിന് കുട്ടികളോട് പഠിക്കുന്നു. ഗവൺമെൻറ്റിന് അതിൽ പ്രത്യേകിച്ച് എക്സ്പെൻഡിച്ചർ ഒന്നുമില്ല, കാരണം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ അത്തരമൊരു സ്ഥാപനത്തെ പോലും സമ്മതിക്കില്ല എന്നുള്ള ഒരു അങ്ങേയറ്റം പ്രതിലോമകരമായുള്ള നിലപാടാണ് യു പി സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് നോക്കൂ, മുസ്ലിങ്ങളെക്കുറിച്ച് സാധാരണ എന്താണ് നമ്മുടെ ഈ മുഖ്യധാര ലിബറലുകളും അതേപോലെ വലതുപക്ഷവാദികളൊക്കെ വെക്കുന്ന ഒരാശയം നോക്കൂ, നിങ്ങളിങ്ങനെ എപ്പോഴും ഇരവാദവും മുഴക്കി നടക്കരുത്, നിങ്ങൾ മുഖ്യധാരയിലേക്ക് വരണം, മുഖ്യധാരയിലേക്ക് വരണം, നിങ്ങൾ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണം എന്നൊക്കെ മുസ്ലിം സമുദായത്തെ ഉപദേശിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മുഖ്യധാരയിലേക്ക് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി കടന്നു വരിക? മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത് സ്വാഭാവികമായിട്ടും ഈ നിലയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ ഉണ്ടാകുന്ന മുന്നേറ്റങ്ങളിലൂടെയാണ്. പക്ഷെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നേരത്തെ ഉള്ള സംവിധാനങ്ങളാവട്ടെ, ഇനി പുതുതായിട്ടുണ്ടാകുന്ന സംവിധാനങ്ങളാവട്ടെ, അവയെ നശിപ്പിക്കുവാൻ, അവയെ തളർത്തുവാൻ, അവയുടെ വഴിമുടക്കുവാനാണ് എപ്പോഴും ഈ ഉപദേശികളെല്ലാം ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട്, ജാമിയ മില്ലിയയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള നിരന്തരമായിട്ടുള്ള നിയമവ്യവഹാരങ്ങൾ നമുക്കറിയാം. ആ സ്ഥാപനങ്ങളുടെ ന്യൂനപക്ഷ പദവി എടുത്തു കളയാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സർക്കാരുകൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അതിനെതിരായി നടന്നിട്ടുള്ള കോടതി വ്യവഹാരങ്ങൾ, ആ കോടതി വ്യവഹാരങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിലൊരു ഫൈനാലിറ്റി വന്നിട്ടില്ല, ഒരു ലീഗൽ ഫൈനാലിറ്റി. ഇപ്പോൾ ജാമിയ മില്ലയുടെയും ഈ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെയും മൈനോറിറ്റി സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ലീഗൽ ഫൈനാലിറ്റി ഇതുവരേക്കും വന്നിട്ടില്ല. നോക്കൂ, ദശാബ്ദങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള രണ്ട് സ്ഥാപനങ്ങളാണ്. അപ്പോൾ ആ നിലക്ക് ചെറിയ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങിങ്ങായി നടക്കുന്ന പരിശ്രമങ്ങളെപ്പോലും അതിനെ ഇല്ലാതാക്കാൻ, നുള്ളിക്കളയാൻ, സ്റ്റഫിൽ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നും പലപ്പോഴും നമ്മുടെ ദേശീയ മുഖ്യധാരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത്തരം ശ്രമങ്ങളുടെ തുടർച്ചയായിട്ട് വേണം ഇതിനെയും കാണാൻ. ഒരു സ്ഥാപനം നല്ല നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ കെട്ടിട നിർമ്മാണത്തിലെ അതിൻ്റെ സ്കെച്ചിങ്ങിൻ്റെയും മാപ്പിങ്ങിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ സ്ഥാപനം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഭരണകൂടം നേരിട്ട് ഇടപെടുകയാണ്. ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ആ രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും ഹ്യൂമൻ റിസോഴ്സാണ്. അവരുടെ പുരോഗതി, അവരുടെ വിദ്യാഭ്യാസ പുരോഗതിയുമായി ബന്ധപ്പെട്ടുകൂടെയാണ്. മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വരുന്നു എങ്കിൽ അത് മൊത്തം രാജ്യത്തിൻ്റെ പുരോഗതിയുടെ കൂടെ ഭാഗമാണ്. ഒരു രാജ്യം പുരോഗമിക്കുന്നത് ആ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും പുരോഗമിക്കുമ്പോഴാണ്. പക്ഷേ ഈ രാജ്യത്തെ വിശ്വഗുരുവാക്കും എന്ന് പറഞ്ഞു നടക്കുന്ന മിത്രങ്ങൾ, സംഘപരിവാരം, അവർ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർ വിദ്യാഭ്യാസപരമായി ഏതെങ്കിലും നിലക്ക് മുന്നോട്ട് വരുമ്പോൾ അതിനെങ്ങനെയെങ്കിലും പാരവെക്കുക, തടയിടുക എന്ന് പറയുന്ന അങ്ങേയറ്റം പ്രതിലോമകരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുന്നത്. നമുക്ക് രാജ്യത്ത് ജനസംഖ്യയിൽ ഏതാണ്ട് 20% വരുന്ന ഒരു ജനതയെ അവരെ മാർജിനലൈസ് ചെയ്തുകൊണ്ട്, അവരെ സിസ്റ്റമിക് മാർജിനലൈസേഷൻ, വ്യവസ്ഥാപിതമായി അവരെ അരികുവൽക്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു രാജ്യം പുരോഗതിയിലേക്ക് പോവുക എന്ന് യഥാർത്ഥ രാജ്യപുരോഗതിയിൽ വിശ്വാസമുള്ള മിത്രങ്ങളൊന്ന് ആലോചിക്കേണ്ടതാണ്. ഒരു ദുർബല സമൂഹം, ഒരു പിന്നോക്ക സമൂഹം, പട്ടിക വിഭാഗത്തേക്കാൾ പിറകിൽ നിൽക്കുന്നുവെന്ന് സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക രേഖ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ജനത അവർ നടത്തുന്ന വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളെ വളരെ അങ്ങേയറ്റം സൂക്ഷ്മമായിട്ടുള്ള സാങ്കേതികത്വങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ തകർക്കുവാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളൊരു ഗൂഢമായിട്ടുള്ള ആഹ്ലാദം അനുഭവിക്കുന്നുണ്ടാവും. ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആഹ്ലാദം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ രാജ്യസ്നേഹികളാണ്, രാജ്യപുരോഗതിയുടെ ആളുകളാണെന്ന് പറയുന്നവരല്ലേ, എങ്ങനെയാണ് ഇത്തരം ശ്രമങ്ങൾ രാജ്യപുരോഗതിയെ ത്വരിതപ്പെടുത്തുന്നത്? നിതാന്തമായ സംഘർഷത്തിലേക്ക്, ഒരു ജനതയുടെ ഒരു നോർമൽ ലൈഫ്, സാധാരണ ജീവിതത്തെ പോലും നിതാന്തമായ സംഘർഷത്തിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത്
ഒരാളുടെ ആകട്ടെ, ഒരു കമ്മ്യൂണിറ്റിയുടേതാകട്ടെ, ഒരു നോർമൽ ലൈഫിൻ്റെ ഭാഗമാണ്. പക്ഷേ അതുപോലും നിങ്ങളൊരു സംഘർഷ മേഖലയാക്കി മാറ്റുകയാണ്. ഒരു കോൺഫ്ലിക്റ്റ്, ഒരു മുസ്ലിം വിദ്യാർത്ഥി വിദ്യാഭ്യാസം നേടുന്നു എന്ന് പറയുന്ന ആ പ്രോസസ്സ് ഇറ്റ് സെൽഫ് അതൊരു കോൺഫ്ലിക്റ്റ് സോണാക്കി മാറ്റുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ നിതാന്തമായ സംഘർഷത്തിലേക്ക്, നിതാന്തമായിട്ടുള്ള എപ്പോഴും നോർമലായിട്ടുള്ള ഒരു ലൈഫ് സാധ്യമല്ലാത്ത ഒരു ജനതയാക്കി അവരുടെ വിദ്യാഭ്യാസത്തെ, അവരുടെ ബിസിനസ്സിനെ, അവരുടെ ഭൂമി കച്ചവടത്തെ, അവരുടെ പ്രണയത്തെ, പബ്ലിക് സർവീസിലുള്ള റിക്രൂട്ട്മെൻറ്റിനെ എല്ലാറ്റിനെയും പ്രശ്നവൽക്കരിക്കുക, കോൺഫ്ലിക്റ്റ് സോണിലേക്ക് മാറ്റുക. അങ്ങനെ ആ ജനതയുടെ സാധാരണഗതിയുള്ള ജീവിതം, നോർമൽ ലൈഫ്, അതിനെ ഡിസ്റപ്റ്റ് ചെയ്യുക. ഇതാണ് ഈ BJP ഭരണകൂടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായിട്ടും BJP ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കും അവരുടെ കാര്യകർത്താക്കൾക്കും അവരുടെ പ്രചാരകന്മാർക്കൊക്കെ ഇത് നിഗൂഢമായിട്ടുള്ള വലിയ ആഹ്ലാദം നൽകുന്നുണ്ട്. യുവന്മാരിങ്ങനെ ഇടങ്ങേറാവുന്നുണ്ട് എന്നുള്ളത് ആഹ്ലാദം നൽകുന്നുണ്ടാവും. ആ ആഹ്ലാദം നൽകുന്ന ഊർജ്ജത്തിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജസ്റ്റ് വെയിറ്റ് ആൻഡ് തിങ്ക്, സ്റ്റോപ്പ് ആൻഡ് തിങ്ക്. നിങ്ങളൊന്ന് നിന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഞങ്ങൾക്കേ സാധിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകൾ, ആ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗത്തെ അവരെ എപ്പോഴും കോൺഫ്ലിക്റ്റ് സോണിൽ നിർത്തി അവരെ പിറകോട്ട് തള്ളിക്കൊണ്ട് എങ്ങനെയാണ് രാജ്യ പുരോഗതി ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതിവിടെ മാത്രമല്ല, കഴിഞ്ഞ വർഷം അവസാനം ഈ വർഷം ആദ്യത്തിലുമായിട്ടുണ്ടായ സംഭവമാണ്. എഗൻ വിചിത്രമായുള്ള സംഭവമാണ്. ജമ്മു കാശ്മീരിലെ കട്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ്, പുതുതായിട്ട് തുടങ്ങിയ മെഡിക്കൽ കോളേജാണ് ശ്രീ മാതാ വൈഷ്ണോദേവി സെൻറ്റർ ഫോർ മെഡിക്കൽ എക്സലൻസ്. വൈഷ്ണോദേവി ക്ഷേത്രത്തിന് കീഴിൽ ഒരു ട്രസ്റ്റിന് കീഴിലുള്ള സ്ഥാപനമാണ്. അവിടുത്തെ MBBSൻ്റെ ഫസ്റ്റ് ബാച്ച് അഡ്മിഷൻ കഴിഞ്ഞ വർഷം നവംബറിലാണ് അഡ്മിഷൻ പ്രക്രിയ ആരംഭിക്കുന്നത്. അപ്പോൾ നീറ്റ് സ്കോർ ഷീറ്റിൽ നിന്നാണ് അവിടത്തേക്ക് ആളുകളെ എടുക്കുന്നത്. നീറ്റ് എക്സാമിൽ സ്കോർ ഷീറ്റ് നോക്കി അവിടെ 50 സീറ്റാണ് അവിടെയുള്ളത്. അപ്പോൾ ഇവിടുത്തെ അഡ്മിഷൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ 50-ൽ 42 സീറ്റിലും മുസ്ലിം വിദ്യാർത്ഥികളാണ് കയറിയിരിക്കുന്നത്. ഒരു സീറ്റ് സിഖ് വിദ്യാർത്ഥി, ബാക്കി ഹിന്ദു വിദ്യാർത്ഥികൾ. സാധാരണ വളരെ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന എക്സാമാണ് നീറ്റ്. അതിൻ്റെ സ്കോർ ഷീറ്റിൽ നിന്ന് എങ്ങനെയാണ് പ്രൊഫഷണലി അതിൽ നിന്ന് ആളുകൾ എടുക്കേണ്ടത് അതേപോലെ തന്നെ എടുത്തിരിക്കുന്നത്. അവർക്ക് കൗൺസിലിംഗ് നടക്കുന്നു, സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ 50-ൽ 42 സീറ്റിലും മുസ്ലിം വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ നേടിയിരിക്കുന്നത് അറിഞ്ഞപ്പോഴേക്ക് ബജ്റംഗ് ദളിൻ്റെയും VHPയുടെയും പ്രവർത്തകർ ആക്രോശവുമായി തെരുവിലിറങ്ങുകയാണ്. ഇത് പറ്റില്ല, സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കലാപർഷം നടന്നു, ബഹളം ഉണ്ടാക്കുന്നു. പക്ഷേ സാങ്കേതികമായി ഇതല്ലാതെ സർക്കാരിന് ചെയ്യാൻ പറ്റില്ല, ആ കോളേജ് മാനേജ്മെൻറ്റിന് ചെയ്യാൻ പറ്റില്ല. കാരണം അതാണ് ചട്ടം, അതാണ് നിയമം. ഇവർ വലിയ ബഹളം ഉണ്ടാക്കുന്നു, വലിയ സംഘർഷത്തിലേക്ക് കാര്യം പോകുന്നു. ഉടനെ നമ്മൾ കാണുന്നത് ഈ 2026 ജനുവരി ഫസ്റ്റ് വീക്കിലാകുമ്പോഴേക്ക് മെഡിക്കൽ കൗൺസിൽ, നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. ഈ കോളേജിൻ്റെ അംഗീകാരം തന്നെ അങ്ങ് റദ്ദാക്കി. വൈഷ്ണോദേവി സെൻറ്റർ ഫോർ മെഡിക്കൽ എക്സലൻസ് എന്നതാണ് അതിൻ്റെ സാങ്കേതികമായതിൻ്റെ പേര്. ആ സ്ഥാപനത്തിൻ്റെ അംഗീകാരം തന്നെ മെഡിക്കൽ കൗൺസിൽ റദ്ദാക്കി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ റദ്ദാക്കിയതിന് ശേഷം നിങ്ങൾ ഇപ്പം യൂട്യൂബിൽ പോയാൽ അത് കാണാൻ പറ്റും. ഈ മെഡിക്കൽ കൗൺസിൽ ഈ സ്ഥാപനത്തിൻ്റെ അംഗീകാരം റദ്ദാക്കി എന്ന വാർത്ത കേട്ടപ്പോൾ അവിടുത്തെ ബജ്റംഗ് ദളിൻ്റെയും VHPയുടെയും പ്രവർത്തകർ ലഡു വിതരണം ചെയ്ത് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരുടെ ഒരു മനസ്ഥിതി എന്താണ്. ഈ സ്ഥാപനം നടത്തുന്ന ആരാണ്? മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിന് കീഴിൽ അവരുടെ സ്ഥാപനം, അവരുടെ മെഡിക്കൽ കോളേജിനുള്ള അംഗീകാരം മെഡിക്കൽ കൗൺസിൽ റദ്ദാക്കുമ്പോൾ ഇവർ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. എന്താണ് ഇവരുടെ ആഹ്ലാദത്തിൻ്റെ കാരണം? അവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഭൂരിപക്ഷവും മുസ്ലിം കുട്ടികൾക്കാണ്. അവന്മാർ തെറിക്കട്ടെ, നമ്മുടെ കോളേജിന് അംഗീകാരം ഇല്ലെങ്കിലും വേണ്ടിയില്ല, അവന്മാർ തെറിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടികളെ മറ്റ് ജമ്മു ആൻഡ് കാശ്മീരിലെ മറ്റ് മെഡിക്കൽ കോളേജുകൾ സൂപ്പർ ന്യൂമറി തസ്തികളൊക്കെ സൃഷ്ടിച്ച് അവിടെ പലയിടത്തുമായിട്ട് അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്ത് അവരുടെ പഠനമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ കോളേജ് പോയാലും വേണ്ടിയില്ല, ഇവന്മാർ പഠിക്കരുത് എന്ന് പറയുന്ന അങ്ങേയറ്റം വികൃതമായിട്ടുള്ള, അങ്ങേയറ്റം വൃത്തിഹീനമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. എന്തിനാണ് ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്? 43 മുസ്ലിം കുട്ടികൾ MBBS കോഴ്സ് പഠിക്കാൻ പോകുന്നു. അതിനെതിരായിട്ടുള്ള അങ്ങേയറ്റത്തെ അമർഷം ഈ നിലക്ക് ഇത് നോക്കുക. അതിന് ഗവൺമെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ് ഏജൻസി അതിന് കുടപിടിക്കുകയാണ്. അവർ പൊടുന്നനെ വന്ന് ഈ സ്ഥാപനത്തിന് അംഗീകാരം റദ്ദാക്കുകയാണ്. ഈ നിലക്ക് വിചിത്രമായ സമീപനം സ്വീകരിക്കുകയാണ്. ഇതിനൊക്കെ സാങ്കേതികമായി ഈ വൈഷ്ണോദേവി കോളേജിൽ
മെഡിക്കൽ കൗൺസിലിൻ്റെ ആളുകൾ വന്ന് ഇൻസ്പെക്ഷനൊക്കെ നടത്തുന്നുണ്ട്. ഏത് മെഡിക്കൽ കോളേജിലും മെഡിക്കൽ കൗൺസിലിൻ്റെ ആളുകൾ വന്ന് ഇൻസ്പെക്ഷൻ നടത്തിയാൽ എന്തെങ്കിലും ചെറിയ 1-2 ഇറഗുലാരിറ്റീസ് കണ്ടേക്കും. പക്ഷേ അത് നോർമലൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻസൊക്കെയാണ് സാധാരണ കൊടുക്കുക. പക്ഷേ ഇവിടെ അത് പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ടൊരു സംഗതി. ഇവർ പഠിക്കരുത്, മുന്നോട്ട് വരരുത്. മുഖ്യധാരയിലേക്ക് മുസ്ലിം സമുദായത്തിലെ പുതിയ തലമുറ വരുന്നതിനോടുള്ള അങ്ങേയറ്റത്തെ കുനിഷ്ടെന്നോ അസൂയെന്നോ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയൊക്കെ ഒന്ന് പറയാവുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു മാനസികാവസ്ഥ, അതിൻ്റെ നടത്തിപ്പുകാരായി, ആ വികൃതമായ മാനസികാവസ്ഥയുടെ നടത്തിപ്പുകാരായി ഭരണകൂട ഏജൻസികൾ മാറുന്ന കാഴ്ചയാണ്. ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട രണ്ടാമതൊരു ഘടകം. മൂന്നാമത്തൊരു ഘടകം എനിക്ക് തോന്നുന്നു ഇപ്പോൾ മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന് പറയുന്ന വ്യക്തിത്വം ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളങ്ങുന്ന വ്യക്തിത്വമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ത്യയെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് 1970-കളിൽ തപാൽ സ്റ്റാമ്പൊക്കെ ഇറക്കുന്നുണ്ട്. വളരെ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുകളാണ്. അലി ബ്രദേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗാന്ധിജിയുടെ വളരെ അടുത്ത സഖാവായിരുന്നു. ഈ നോൺ കോപ്പറേഷൻ, ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം, ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ഇതിനെയൊക്കെ പരസ്പരം ബന്ധപ്പെടുത്തിയൊരു കണ്ണി 1930 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ക്ഷീണിതനായിട്ടും രോഗിയായിട്ടും വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം പോകുന്നുണ്ട്. സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ രോഗം വർദ്ധിക്കുന്നു. ലണ്ടനിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം ഇവിടെ മരിക്കുന്നത്. അപ്പോൾ ഒരു അധിനിവിഷ്ട ഭൂമിയിൽ, ഒരു ഒക്യുപ്പൈഡ് ലാൻഡിൽ എൻ്റെ മയ്യത്ത് ഖബറടക്കരുത് എന്ന് അദ്ദേഹത്തിന് വസിയത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഫലസ്തീനിൽ ജെറൂസലമിൽ കൊണ്ടുവന്ന് മസ്ജിദുൽ അഖ്സയ്ക്ക് സമീപമാണ് അദ്ദേഹത്തെ ഖബറടക്കുന്നത്. ധീരനായിട്ടുള്ള ഒരു ദേശാഭിമാനി, പത്രപ്രവർത്തന രംഗത്ത് വലിയ സാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദ കോംറേഡ് എന്ന പേരിലുള്ള ഇംഗ്ലീഷ് വീക്ക്ലി, അതുപോലെ ഹംദർദ് എന്ന പേരിലുള്ള ഉറുദു ദിനപത്രം, ഇതൊക്കെ അന്നത്തെ ഈ ബ്രിട്ടീഷ് വിരുദ്ധ ആശയ രൂപീകരണത്തിൽ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആശയ രൂപീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ദ മോസ്റ്റ് ഡേഞ്ചറസ് പെൻ ഇൻ ഇന്ത്യ എന്ന അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ഇദ്ദേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത്, പത്രപ്രവർത്തന രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനകത്തൊക്കെ തിളങ്ങുന്ന പങ്കുവഹിച്ചിട്ടുള്ളൊരു മഹാനെക്കുറിച്ചുള്ള ഓർമ്മകൾ അത് നിലനിൽക്കണ്ട. അദ്ദേഹത്തിൻ്റെ പേരിൽ യൂണിവേഴ്സിറ്റി നമ്മുടെ നാട്ടിൽ വേണ്ട എന്നുള്ളതായിരിക്കാം. ഇപ്പോൾ താജ്മഹൽ വേണ്ടാതെ പൊളിച്ചു നോക്കിയിട്ട് അതിൻ്റെ അടിയിൽ ശിവലിംഗം ഉണ്ടാകും, എന്നിട്ട് നമുക്ക് തേജോ മഹാല എന്ന് പറയുന്ന ക്ഷേത്രമായിരുന്നു എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന അതേ മനസ്ഥിതി തന്നെയായിരിക്കും. ഇറേസ് ചെയ്യുക, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട, മുസ്ലിം പാരമ്പര്യവുമായി ബന്ധപ്പെട്ട, മുസ്ലിം ചരിത്രവുമായി ബന്ധപ്പെട്ട എന്തെന്തടയാളങ്ങളുണ്ടോ അതെല്ലാം മായ്ച്ചു കളഞ്ഞേക്കുക, ഇറേസ് ചെയ്ത് കളഞ്ഞേക്കുക എന്ന് പറയുന്നൊരു ആഗ്രഹചിന്ത, ഒരു മോഹചിന്ത ഇതിനകത്ത് നിശ്ചയമായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് ഞാൻ വെറുതെ പറയുകയല്ല. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ രസകരമായ മറ്റൊരു സംഭവം ഉണ്ടായി. അവിടെ 1970-കളിൽ പ്രവർത്തിക്കുന്ന ഭോപ്പാൽ യൂണിവേഴ്സിറ്റി, 1988 മുതൽ അത് ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൗലാന ബർക്കത്തുള്ള എന്ന് പറയുന്നത് എഗൻ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു വലിയ പേരാണ്. കാരണം ആദ്യമായിട്ട് വിദേശത്ത് ഈ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെടുന്നത് 1915 കാബൂളിലാണ്. കാബൂളിൽ രൂപീകരിക്കപ്പെട്ട പ്രൊവിഷണൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഈ മൗലാന ബർക്കത്തുള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ സാർവദേശീയമാക്കുന്നതിൽ അതിൻ്റെ സാർവദേശീയ മുഖമായി നിന്നൊരു മഹാമനുഷ്യനാണ്. അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു, അതിന് ധാരാളം ഭാഷകൾ പഠിച്ചു. ജർമ്മൻ, ഫ്രഞ്ച്, ടർക്കിഷ്, പേർഷ്യൻ, അറബി, ജാപ്പനീസ്, ഇംഗ്ലീഷ്, ഈ ഭാഷകളെല്ലാം പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു അംബാസഡറായി വർക്ക് ചെയ്തു. 1915 അങ്ങനെ വിദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ദേശീയവാദികൾ രൂപീകരിച്ചിട്ടുള്ള ഈ പ്രവാസ സർക്കാരിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി മാറിയ മനുഷ്യനാണ്. അദ്ദേഹം 27-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചാണ് മരിക്കുന്നത്. ഈ ഗദർ പാർട്ടിയുടെ സ്ഥാപകരായിരുന്നു. ഒരു വിപ്ലവ പാർട്ടിയാണ് ഗദർ പാർട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഭോപ്പാലുകാരനാണ്, മധ്യപ്രദേശുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ഭോപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ പേര് 88-ൽ അന്നത്തെ ഗവൺമെൻറ് ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റി എന്നാക്കി മാറ്റുന്നു. പക്ഷേ നോക്കൂ, ഇവർക്ക് ബർക്കത്തുള്ള എന്ന പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ഭോപ്പാലിൽ, അതും സാമാന്യം നല്ല നിലയിൽ നടക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെ നടക്കുമ്പോൾ ബർക്കത്തുള്ള എന്ന പേര് പുതിയ തലമുറ പഠിക്കുകയില്ലേ, അത് ഓർക്കൂലേ? അതൊക്കെ വലിയ വിഷമമായിട്ട് തോന്നുന്നു. യൂണിവേഴ്സിറ്റി തീരുമാനിക്കുകയാണ്
വേണ്ട, നമുക്ക് ആ പേര് മാറ്റാം. അങ്ങനെ അവരെ പേര് മാറ്റുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ കൗൺസിൽ ചേർന്നിട്ട് ഏകകണ്ഠമായിട്ട് മാ വാഗ്ദേവി ഭോജ്പാൽ യൂണിവേഴ്സിറ്റി എന്ന പേര് മാറ്റണമെന്ന ശുപാർശ സർക്കാരിന് കൊടുക്കുന്നു. ആ ശുപാർശ സർക്കാർ അംഗീകരിച്ച് നടപ്പിലാക്കാനിരിക്കുകയായിരുന്നു. അതിനിടയിൽ പക്ഷേ മധ്യപ്രദേശിലാണെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനത്താണെങ്കിലും വലിയ തോതിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായി വന്നു. കൗതുകരമായുള്ള കാര്യം, NSUI, സാധാരണ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ മടിക്കുന്ന സംഘടനയാണ് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന NSUI. പക്ഷെ NSUക്കാർ അവിടെ ശക്തമായിട്ട് രംഗത്ത് വന്നു. അവരൊരു സദ്ബുദ്ധി യോജന, ഇതിൻ്റെ ഭരണകർത്താക്കൾക്ക് സദ്ബുദ്ധി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊരു സദ്ബുദ്ധി യോജന പരിപാടിയൊക്കെ നടത്തി. സർക്കാർ തൽക്കാലം ആ ഒരു നീക്കത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. പക്ഷേ എഗൈൻ ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മൗലാന ബർക്കത്തുള്ള എന്ന പേരിലൊരു യൂണിവേഴ്സിറ്റിയും ഭോപ്പാലിൽ ഉണ്ടാകുന്നത് അവർക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അവർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ, നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ, നമ്മുടെ ചരിത്രത്തിൽ, പാരമ്പര്യത്തിൽ ഏതെങ്കിലും നിലക്കുള്ള മുസ്ലിം അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അത് മായ്ച്ചു കളയുക, അതും ഇത്തരം നീക്കങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാകുമ്പോൾ അതങ്ങ് പൊളിച്ച് കളഞ്ഞേക്ക് എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ഓഫ് കോഴ്സ് മൗലാന മുഹമ്മദ് അലി ജൗഹർ യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ഒരു താൽക്കാലിക സ്റ്റേ അവിടെയുണ്ട്. ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ പേരുമാറ്റ വിഷയത്തിൽ തൽക്കാലം ഗവൺമെൻറ് അത് ഹോൾട്ട് ചെയ്തിരിക്കുകയാണ്. കാശ്മീരിൽ പക്ഷേ ആ കുട്ടികൾ പലയിടത്ത് പോയി പഠിക്കുകയാണ്. ഇതെന്ന് മനസ്സിലാണെന്ന് വെച്ചാൽ, ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാഭാവിക ജീവിതം എന്ന് പറയുന്നത് പഠിക്കുക, സ്ഥാപനങ്ങൾ നടത്തുക, കോളേജിൽ പോകുക, നീറ്റ് പരീക്ഷ എഴുതുക, അഡ്മിഷൻ എടുക്കുക, ഇങ്ങനെയൊക്കെ സാധാരണഗതിയിൽ നടന്നു പോകേണ്ട സംഗതികൾ പോലും അസാധാരണമായിട്ടുള്ള സ്ട്രഗിളിലൂടെയേ സാധ്യമാകൂ എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഒരു ഭരണകൂടം അങ്ങേയറ്റ പ്രതികാര ചിന്തയോടുകൂടി, വെഞ്ചൻസോടുകൂടി, ഒരുതരം ദുഷ്ടബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയും ഒരു ജനതയെ എപ്പോഴും വ്യവസ്ഥാപിതമായ അരികുവൽക്കരണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയ. ആ പ്രക്രിയയുടെ ഒടുവിലത്തെ ഉദാഹരണമായിട്ട് നമുക്ക് റാംപൂരിൽ നിന്നുള്ള ആ വാർത്ത കാണാം. ന്യൂനമർദ്ദം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.